നമസ്കാരം ഗൈസ്. അഗ്നിപരീക്ഷ ഞാൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ അത്ര ഗുമ്മ തോന്നണില്ല, എനിക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജസ് എനിക്ക് പോകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഭയങ്കര ഒരു സുഖമില്ല, എവിടെയൊക്കെ എന്തൊക്കെ ഒരു സുഖമില്ലായ്മ. അപ്പോൾ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു ഫിലിം ഓഡീഷന് വിളിക്കുമ്പോൾ ഓഡീഷനിൽ അവിടെ ജഡ്ജസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ പറയുന്ന എന്താന്ന് വെച്ചാൽ അത് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സെലക്ഷൻ കിട്ടിയിട്ടാണ് നമ്മൾ മൂവിയിലോട്ട് കയറുന്നത്, അല്ലെ? അപ്പോൾ ഓഡീഷന് വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ യെസ് മൂവിയിൽ വിന്നറായി, നാഷണൽ അവാർഡ് കിട്ടി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അതൊരു ഓഡീഷൻ പ്രോസസ് ആണ്, മൂവിയിലോട്ട് കയറിയിട്ടില്ല, കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെയും ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന സംഭവം അതൊരു പ്യുവർ കേസ് ഓഫ് ഓഡീഷൻ ആണ്. എന്തിന്? ബിഗ് ബോസിലോട്ട് കയറാനുള്ളതിന്റെ ഒരു ഓഡീഷൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ പലരും ഞാൻ കപ്പെടുക്കും, ഞാൻ കപ്പ് തൂക്കും, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ആർഗ്യുമെന്റ്സ്, അല്ലെങ്കിൽ ഓവർ റിയാക്ടിങ് സംഭവം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല അഗ്നിപരീക്ഷ എന്താണെന്നോ, അല്ലെങ്കിൽ ഇതിപ്പോ ബിഗ് ബോസ് അല്ല, അതൊരു ഓഡീഷൻ പ്രോസസ് ആണെന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ജഡ്ജസ് അതില് അഖിൽ മാരാർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അഗ്നിപരീക്ഷ എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ എത്ര മൂവിയിൽ അഭിനയിച്ചാലും, ലൈക്ക് എത്ര സീരിയൽ പോയാലും, എത്ര ആങ്കറിങ് എന്തൊക്കെ ലെവലാണെങ്കിലും ബിഗ് ബോസിലോട്ട് കയറുമ്പോൾ ഒരു 2 ദിവസം തല കാണിച്ചു, അല്ലെങ്കിൽ 1 മാസം തല കാണിച്ച ഒരാൾക്കാണെങ്കിൽ പോലും ലൈഫ് ലോങ് ടിൽ ഹിസ് ഓർ ഹെർ ഡെത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടാഗ്, അതായത് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് ആൾക്കാർ വെറുക്കുന്നു, കുറച്ച് ആൾക്കാർ വെറുക്കുന്നു, വൈസ് വേഴ്സ. അപ്പൊ ഈ ഒരു ടാഗ് എപ്പോഴും ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഇന്ന പേര് എന്നുള്ള രീതിയിൽ ആ ഒരു നെയിം ടാഗ് പോയിക്കൊണ്ടിരിക്കും. സോ ഇറ്റ്സ് നോട്ട് ചെറിയൊരു സംഭവം അല്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അത്യാവശ്യം ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് ആദ്യം മനസ്സിലാക്കാം. രണ്ടാമത്തെ കേസ്, യെസ്, രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തിത്വം, ആളുടേതായ ജേർണി ഉണ്ട്. ഐഡിയ സ്റ്റാർ സിംഗർ ഒട്ടൊക്കെ നമുക്കറിയാം, ആളുടെ ഒരു ജേർണി, സംഭവങ്ങൾ, കാര്യങ്ങൾ അറിയാം. ആളുടെ ആങ്കറിങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഉള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനി ബിഹേവ് ചെയ്ത രീതി, നിർത്തറോ കൈ താത്തറോ, എവരി വൺ ഹാവ് സെൽഫ് റെസ്പെക്ട്, അല്ലെ? രഞ്ജിനി ഒരു പക്ഷേ ഈ ഒരു ഷോയുടെ ഗുമ്മിന് വേണ്ടിയിട്ട് കാണിച്ചതാവാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള കൈവിട്ടു പോയ ദേഷ്യം. അതായത് രഞ്ജിനി ഹരിദാസ് പൂജയോടും റിയാക്ട് ചെയ്തിട്ടുണ്ട്, പൂജയോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം കൂടുന്നതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. സീസൺ 1 നല്ലൊരു കോണ്ടസ്റ്റന്റ് ആയിരുന്നു, ബട്ട് ദേഷ്യം വരുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന സംഭവങ്ങൾ എന്താന്നുള്ളത് ആൾ ഓർക്കാറില്ല. അപ്പോ അഖിൽ മാരാരും റിയാസും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം, പക്ഷെ രഞ്ജിനി ഹരിദാസ് ഹാൻഡിൽ ചെയ്ത രീതി ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ. വാട്ട് എവർ, എല്ലാവർക്കും അവരുടേതായ ഒരു വാല്യൂ ഉണ്ട്, സെൽഫ് റെസ്പെക്ട് ഉണ്ട്. ഒരു കാർപ്പൻറ്റർ ആയിക്കോട്ടെ, ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിക്കോട്ടെ, ഒരു സെക്യൂരിറ്റി പേഴ്സൺ ആയിക്കോട്ടെ, ഒരു പെയിന്റിംഗ് പേഴ്സൺ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇവരുടേതായ മേഖലയിൽ ഇവർ പെർഫെക്റ്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും അവരുടേതായ ഒരു വാല്യൂ ഉണ്ട്. ഇപ്പൊ ഈ ഒരു വ്യക്തി ആംബുലൻസ് ഡ്രൈവർ, അതൊരു ചെറിയ കാര്യമല്ല, അതൊരു ചെറിയ കാര്യമേ അല്ല. അപ്പൊ എല്ലാവർക്കും അവരുടേതായ വാല്യൂ ഉണ്ട്, സെൽഫ് റെസ്പെക്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം മറന്നിട്ടാണ് രഞ്ജിനി ഹരിദാസ് ബിഹേവ് ചെയ്തെന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, അവിടെ ജഡ്ജസ് വന്നിരിക്കുന്നു, ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് ഒരു ഓഡീഷനാണ്, എല്ലാവരും കയറ്റിവിടാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഫിൽറ്റർ ചെയ്തിട്ടേ കയറ്റിവിടാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് കയറ്റി വിടുമ്പോൾ അഗ്നി പരീക്ഷയിലെ ജഡ്ജസിനുള്ള ഒരു ഇമ്പോർട്ടൻസ് വെറുതെ അല്ല, ഇങ്ങനത്തെ ഒരു ആൾക്കാരെ എടോ കയറ്റി വിട്ടേക്കില്ല എന്നുള്ളൊരു സാധനം വരാതിരിക്കാനും പെർഫെക്റ്റ് ആൾക്കാരെയാണ് അഗ്നി പരീക്ഷയിലെ ജഡ്ജസ് സെലക്ട് ചെയ്ത് കയറ്റി വിട്ടിരിക്കുന്നത് എന്നുള്ളൊരു ടാഗ് അവർക്കും വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അവരവിടെ എന്ത് പറയുന്നു അത് ഈ കോണ്ടസ്റ്റൻസ് അക്സെപ്റ്റ് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം വേറൊരു ഫാക്ടറാണ്. രഞ്ജനിന്റെ കേസിലോട്ട് എഗെയിൻ ഞാൻ പോവുകയാണെങ്കിൽ ആർക്കാണെങ്കിലും സെൽഫ് റെസ്പെക്ട് ഹിറ്റ് ആവുന്ന പോലെ, അതായത് ടോൺ, സംസാരിക്കുന്ന രീതി, അതായത് ഇപ്പോൾ ബിഗ് ബോസിൽ തന്നെ വലിയൊരു പ്ലാറ്റ്ഫോം ആണ്, ബിഗ് ബോസ് ആണ് അവിടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ആസ് ആൻ എക്സ് കോണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലും റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ബിഗ് ബോസ് എന്ന് പറയുന്ന വ്യക്തിത്വം അവിടെ ഒരിക്കലും ലൈക്ക് ഇറങ്ങിപ്പോടോ, നിർത്തടോ, എന്താടോ എന്നുള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. പറ്റില്ല, അത് ഇവിടെ പറ്റില്ല. ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി. ആ ഒരു ടോൺ ചേഞ്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. ആർക്കാണെങ്കിലും ഈഗോയും സെൽഫ് റെസ്പെക്ട് ഒക്കെ ഹിറ്റ് ആവുന്ന രീതിയിലാണ് രഞ്ജിനി അവിടെ സംസാരിച്ചത്. ആൻഡ് ഫേസിലാണെങ്കിൽ ടൺ കണക്കിന് പുച്ഛം. പോയിട്ട് അവർ തിരിച്ചു വന്നിട്ടും രഞ്ജനിയുടെ കട്ടകൽപ്പ് തന്നെയാണ് ഇരിക്കുന്നത്. ബട്ട് അഖിൽ പറയുന്ന രീതിയിലും കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ആൻഡ് കണ്ടസ്റ്റൻസിനോട് പറയാനുള്ളത്, ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഗ്നി പരീക്ഷ ഒഡീഷ എന്ന് പറയുന്ന സംഭവം ചെറിയൊരു കാര്യമല്ല. ഓക്കെ, ചില സമയത്ത് തന്തയ്ക്ക് വിളിച്ചാലും, അല്ലെങ്കിൽ ഉദാഹരണത്തിന് പറയാനുണ്ടോ, നമ്മൾ ചിലപ്പോ നമ്മളിപ്പോ ഓഫീസിലേക്കാണെങ്കിലും ഒരു പരിധി വരെ ബോസൊക്കെ പറയണം നമ്മളിങ്ങനെ
ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ കേട്ട് വെക്കും. അതേപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സർവൈവൽ ഗെയിമാണ്. അതിൻ്റെ ഉള്ളിൽ പല സിറ്റുവേഷനിലും നമ്മൾ ചിലപ്പോൾ നമുക്ക് പറ്റാത്ത കാര്യം ചെയ്യേണ്ടി വരും, ഇഷ്ടമില്ലാത്ത ആളെ നോക്കി ചിരിക്കേണ്ടി വരും. പേഴ്സണൽ ലൈഫിൽ, പുറത്തുള്ള ലൈഫിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറ്റാത്തപ്പോൾ ഇറങ്ങി പോവാം, ഇഷ്ടമില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടി വരും. നമ്മുടെ ഈഗോ, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ആങ്ക്രി ലെവൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ ഏകദേശം അരിച്ചു വലിച്ച് സെറ്റാക്കി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആർക്കും ഒരു പറ്റില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ. നമ്മൾ കയറുന്നതിന് മുമ്പ് എനിക്ക് ആ പേടിയുണ്ട്, എനിക്ക് ഇങ്ങനെ വന്നാൽ പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് അത് ഇഷ്ടമല്ല ഇത് ഇഷ്ടമല്ല, ഓക്കെ നോട്ടേഡ് എന്നാൽ അതൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സെൻസിലേക്ക് അത് വെച്ചിട്ടായിരിക്കും നമുക്ക് 8ന്റെ പണി തരുന്നുണ്ടാവുക. അപ്പോൾ ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള സർവൈവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സർവൈവൽ ഗെയിം അല്ല. പിന്നെ ഇതിനകത്ത് എല്ലാവരും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങൾ ട്രിപ്പ് പോകണതല്ല. എൻഡ് ഓഫ് ദി ഡേ ഒരാൾക്കേ കപ്പ് കിട്ടുള്ളൂ. എത്രയൊക്കെ ആയാലും നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മുടെ കാര്യം തന്നെ നോക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ബിഗ് ബോസിലാണെങ്കിലും തുടക്കം തൊട്ട് എൻഡ് വരെ എപ്പോഴും പ്രയോറിറ്റി നമുക്ക് നമ്മൾ തന്നെയാണ്. ഇപ്പൊ അഖിൽ ഷിജുവിനെ കൊണ്ടുപോയി, ഷീച്ചനെ കൊണ്ടുപോയിട്ടുണ്ട്, ടോപ്പ് 5 വരെ പോകുന്നത്. പക്ഷെ അത് എല്ലാ കോണ്ടസ്റ്റൻസിനും കഴിഞ്ഞ സീസൺസിലൊന്നും അത് പറ്റിയിട്ടൊന്നുമില്ല. സോ എപ്പോഴും നമുക്ക് നമ്മളെ ടേക്കപ്പ് ചെയ്യുന്നത്. കാരണം പടപട എന്ന് പറഞ്ഞാണ് ആൾക്കാർ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് നിന്നാലും അത് എത്രത്തോളം ഒരു കമ്പൈൻഡ് ആയിട്ട് ഒരുമിച്ച് പോകാം എന്നുള്ള രീതിയിൽ സാധനം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്നി പരീക്ഷ എന്നുള്ള ഒരു ഒഡീഷൻ ലെവലാന്നുള്ളതും ആൾക്കാർ മറക്കുന്നു. അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഒഡീഷനിൽ നിന്നുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഗെയിം കളിക്കുന്ന പോലെ കളിക്കരുത്. ഒഡീഷനിൽ നിൽക്കുമ്പോൾ അവർ ജഡ്ജ് പറയുന്നത് എന്താണോ അതേപോലെ നമ്മൾ നിന്നേ പറ്റുള്ളൂ. കാരണം അതിനപ്പുറത്തേക്ക് കയറരുത്. കാരണം ഇവിടെ ഇപ്പോൾ ഈ പുള്ളിക്ക് നല്ല രീതിയിൽ ഈഗോ ഹിറ്റ് ആയിട്ടുണ്ട്. പുള്ളിയും കുറച്ച് മസിൽ പിടിക്കാൻ ശ്രമിച്ചു, അതിൽ തെറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ അങ്ങനെയാണ്. കാരണം നമ്മൾ ഇതിൽ പോലും കൈതാത്രോ മിണ്ടൻറോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇവൻ നമുക്കും ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിനി ഹരിദാസ് എവിടെയോ എത്രയോ കുറച്ച് ഓവർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഈ ഓവർ ആവണം എന്നുള്ളൊരു നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇത് അഗ്നിപരീക്ഷയാണ് ഒഡീഷനാണ് ഇവിടെ ഇങ്ങനെ വേണം എന്നുള്ളൊരു തോട്ട് രഞ്ജിനിക്ക് വന്നിട്ടാണോ, അല്ലെങ്കിൽ കട്ട് പറഞ്ഞതിന് ശേഷം ഇവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ, എന്തായാലും നമുക്കറിയില്ല. കാരണം ഷോയുടേതായ ഒരു ഡെഡിക്കേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിനി ഹരിദാസ്. പക്ഷെ പെട്ടെന്ന് പ്രേക്ഷകരുടെ മുഖത്ത് എല്ലാവരുടെ അടുത്തേക്കും ഈ ഒരു ടോപ്പിക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനിയുടെ ഒരു ആക്ഷനാണ്. രഞ്ജിനി ഈവൻ ലൈക്ക് പൂജയുടെ കാര്യം പറഞ്ഞപ്പോഴും ആ കുട്ടി ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് പൂജയോടൊന്നും ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ വേറൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് സ്മൂത്തായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഇത് അഗ്നി പരീക്ഷയാണ്, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പേര് വെച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പൊ ആളെനിക്ക് തോന്നുന്നു മറ്റ് ലാംഗ്വേജസിലെ ജഡ്ജസിന്റെ ഒരു ടൈപ്പ് എടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ തെലുങ്കിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴും നമ്മുടെ കണ്ടസ്റ്റൻസ് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു തെലുങ്കാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ഷൂസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഷൂ കഴുകാൻ പറയുമ്പോൾ കോണ്ടസ്റ്റന്റ് പറയാം എനിക്ക് പറ്റില്ല, അതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറയുമ്പോൾ യു ഹാവ് ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്കും ഇതെങ്ങനെയായിരിക്കും ഇയാൾ ബിഹേവ് ചെയ്യാൻ പോകുന്ന രീതിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ മറ്റു ലാംഗ്വേജസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് അഖിലും റിയാസും നല്ല നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ രഞ്ജിനി ഭയങ്കര ഓവർ ടെമ്പർ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു സംസാരവും റേറ്റിംഗും കാര്യങ്ങളും വരുന്നുണ്ട്. എത്ര തന്നെയാണെങ്കിലും ഇത് സോഷ്യൽ മീഡിയ ആണ്. ആൻഡ് മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാരുകൾക്കിടെ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനടക്കം രഞ്ജിനി ചെയ്ത് ഓവറായി എന്ന് പറയുന്നുണ്ടെങ്കിൽ രഞ്ജിനി അവിടെ സക്സസ് ആണ്. കാരണം അങ്ങനെ ബിഹേവ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും സെൽഫ് റെസ്പെക്ട് ഉണ്ട്, ആ രീതിയിൽ തന്നെ സംസാരിക്കണം. പക്ഷേ രഞ്ജിനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മേ ബി ആലോചിക്കുമ്പോൾ അതൊക്കെ വേണ്ടേ, അതൊക്കെ ഒരു രസമല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്, ഇപ്പൊ എല്ലാവരും എന്നെ പറ്റി സംസാരിക്കുന്നില്ലേ, അത് മതി എനിക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് രഞ്ജിനിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മള് വീട്ടിലിരുന്ന് ഈ സാധനം കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കാം, എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റും വാല്യൂ ഒക്കെ ഇല്ലേ. അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ മതി, ഇങ്ങനെയൊക്കെ പറ്റുന്ന ആൾക്കാർ എൻ്റെ അകത്തോട്ട് പോയാൽ മതി എന്നുള്ളൊരു ടാഗും ഒരുപക്ഷെ അവിടെ ഉണ്ടാവാം അല്ലേ. അപ്പൊ എന്തായാലും കൂടുതൽ എന്താ പറയാ കുറച്ചും കൂടി ഇങ്ങനെ കാര്യങ്ങൾ മുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ജഡ്ജസും അത്യാവശ്യം ഭാര്യയ്ക്കൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. സെപ്റ്റംബർ 6 ബിഗ് ബോസ് തുടങ്ങുകയാണ്. അതിനാണ് ഞാനും ഈവൻ ഈഗർലി വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് തിരിയാൻ പോകുന്നത് എന്നുള്ളത്. സോ ജയിച്ചാൽ മാത്രം പോരാ, ജയിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് നമ്മുടെ ലാലേട്ടൻ പറയുന്നത്. See you soon on the next video. Bye bye. Take care.